മറ്റത്തൂരിലെ ബി.ജെ.പി. ലയനത്തെ സംബന്ധിച്ച് സതീശന്റെ വിചിത്ര ന്യായീകരണം എത്തിയിട്ടുണ്ട്. അത് കോൺഗ്രസുകാർ രാജിവെച്ച് ബി.ജെ.പിയിൽ പോയതല്ല, അവർ തറവാട്ടിലേക്ക് കൂടണഞ്ഞതാണത്രേ. തറവാടെന്ന് പറഞ്ഞാൽ അത് സംഘപരിവാറിന്റെ ശാഖ ഞങ്ങളുടെ തറവാടാണ്. ആ തറവാട്ടിലേക്ക് അവർ പോയി ബി.ജെ.പിയുമായിട്ട് അങ്ങ് ചേർന്ന് ഒരുമിച്ച് നിൽക്കുന്നത് അത് കോൺഗ്രസ് നിന്ന് പോയതല്ലത്രേ. അവിടെ ക്ലോസ് ചെയ്തേക്കാം, അവിടെ ക്ലോസ് ബി.ജെ.പി. വിളിച്ചാൽ എല്ലാവരും കൂട്ടത്തോടെ പോകുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പരിഹാസം. തോറ്റ് തൊപ്പിയിട്ടിരിക്കുമ്പോഴും ഇതുപോലത്തെ പരിഹാസം പറയുന്നതിനാണ് വലിയ താല്പര്യം കാണിക്കുന്നത്. ഈ തോൽവിയെ കുറിച്ചാണ് പഠിക്കുന്നത്. തോറ്റത്തില്ലെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ. എന്നിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് മറ്റത്തൂരിലെ കാര്യം പറയണം. മറ്റത്തൂരിലെന്താ? മറ്റത്തൂരിൽ 2 വിമതന്മാർ ജയിച്ചിരുന്നു. അതിലൊരു വിമതനെ CPM പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവരെല്ലാവരും ചേർന്നിട്ട് മറ്റേ വിമതനെ ജയിച്ച ആളെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി പിന്തുണ കൊടുത്തു. അതാണ്, അത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവർ ചെയ്തത്. അല്ലാതെ അവരാരും BJP-യിലൊന്നും പോയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അവർ BJP പോകണമെന്നാണ്. കാരണം BJP-യെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്നിട്ട് ഈ പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കാൻ വരിക. ആ കോൺഗ്രസുകാരെ ആരും BJP-യിലൊന്നും പോയിട്ടില്ല. എല്ലാവർക്കും അറിയാമല്ല എന്താ നടന്നത്. ഒരു വിമതനായി ജയിച്ച ഒരാൾക്ക് അവർ സപ്പോർട്ട് ചെയ്തു. അവർക്കെതിരെ നടപടിയെടുക്കാൻ കാര്യം പാർട്ടി അവിടെ ആലോചിക്കാനാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് അവർക്കെതിരായി നടപടിയെടുത്തത്. അല്ലാതെ അവരാരും രാജിവെച്ച് BJP-യിലൊന്നും ചേർന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹമാണ്. എങ്ങനെയുണ്ട് വിശദീകരണം? ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അങ്ങ് തെറ്റിദ്ധരിച്ചു പോകും. ഇത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആരെയാണ്? മറ്റത്തൂരുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെയാണ്. അവരിന്നലെ കൊടിയും പിടിച്ചുകൊണ്ട് പറഞ്ഞത് കൂടി നിങ്ങൾ കേൾക്കണം. എന്താണ് ഈ പ്രതിഷേധത്തിന് കാരണം? ഈ പ്രതിഷേധത്തിന് കാരണം ഈ മറ്റത്തൂർ പഞ്ചായത്തിലെ 8 കോൺഗ്രസ് മെമ്പർമാരെ, പഞ്ചായത്തിൽ നിന്ന് വിജയിച്ച 8 കോൺഗ്രസ് മെമ്പർമാരെ TN ചന്ദ്രൻ, DCCയുടെ ജനറൽ സെക്രട്ടറി TN ചന്ദ്രൻ അവരെ നാടകീയമായി BJP-യിൽ നിന്ന് പണം വാങ്ങി നാടകീയമായി രാജിവെപ്പിച്ച് ഇന്ന് രാവിലെയാണ് അത് നാടകീയമായ രംഗങ്ങൾ ഉണ്ടായത്. രാജിവെപ്പിച്ച് ഇവിടെ BJP-യുടെ പിന്തുണയോടുകൂടി ഇവിടെ ടെസി ജോസിനെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റാക്കിയിരിക്കുകയാണ്. KPCCയുടെ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് DCCയുടെ ജനറൽ സെക്രട്ടറി TN ചന്ദ്രനും മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിലും നടത്തിയ ഈ നാടകീയ രംഗത്തിന് കോടികളാണ് അവർ കൈപ്പറ്റിയിട്ടുണ്ടാവുക. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കോൺഗ്രസ് വിജയിപ്പിച്ച 8ഓളം വാർഡംഗങ്ങൾക്ക് BJP കോടിക്കണക്കിന് രൂപ കൊടുത്തു. അത് തന്നെയാണ്. കേട്ടോ, സതീശന് ഇതുവരെ അത് ലയനമല്ല. കാര്യം ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ താണു വണങ്ങി സ്വന്തം തറവാട്ടിൽ പോയി അദ്ദേഹം എല്ലാ ദിവസവും മുടങ്ങാതെ അന്തിത്തിരി കത്തിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ അന്തിത്തിരി കത്തിക്കുന്ന വ്യക്തിക്ക് മറ്റത്തൂരിൽ സംഭവിച്ചത് എങ്ങനെ ലയനമായി മാറും? എന്തായാലും ഞങ്ങൾ തറവാടിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. അങ്ങനെ ഞങ്ങളുടെ ശാഖാ തറവാട്ടിലേക്ക് മറ്റത്തൂരിൽ പരസ്യമായിട്ട് 8 പേർ ഒരുമിച്ച് പോയപ്പോൾ ഒരു വിമതനെ അവർ സപ്പോർട്ട് ചെയ്തു. ആ വിമതനെതിരെയുള്ള നീക്കമാണ് 4 BJP-ക്കാരോടൊപ്പം ചേർന്ന് NDAക്ക് 12 ആക്കിയത്. കോൺഗ്രസിന്റെ ലയനമല്ലത്രേ. 4 BJP-ക്കാർ വന്ന് കോൺഗ്രസിൽ ലയിച്ചിരുന്നെങ്കിൽ നമുക്ക് അത് പറയാമായിരുന്നു. 8 കോൺഗ്രസുകാർ ഒരുമിച്ച് ചെന്ന് BJP-യിലെ 4 അംഗങ്ങളോടൊപ്പം ചേർന്ന് NDAക്ക് 12 ആക്കിയിട്ട് പറയുകയാണ് ഇത് രാജിയല്ല, കോൺഗ്രസുകാർ പോയതല്ല, കോൺഗ്രസുകാർ തറവാട്ടിൽ തന്നെ നിൽപ്പുണ്ടത്രേ. ഇതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ. അങ്ങനെ ലയിക്കുന്നതിനെ പോലും ന്യായീകരിച്ചുകൊണ്ടും ലഘൂകരിച്ചുകൊണ്ടും എങ്ങനെ ഈ ഇടതുപക്ഷം തകരുക, ഞങ്ങളുടെ സവർണ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടികൾ വളരുക, അത് BJP വളർന്നാലും നമുക്കൊരുപോലെയാണ്, നമ്മൾ വളർന്നാൽ BJPക്ക് ഒരുപോലെയാണ്. ഇപ്പോൾ നമ്മളുടെ തറവാട് കുറച്ച് തകർന്ന അവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പച്ച പിടിച്ചു വരുന്ന കാവി തറവാട് അത് വളരുന്നതിലേക്ക് നമ്മൾ ആളെ കൊടുക്കണം. ഈ പണിയല്ലേ മറ്റത്തൂരിൽ കണ്ടത്. അല്ലാതെ 8 പേരുള്ള കോൺഗ്രസിലേക്ക് BJP വരികയല്ലല്ലോ ചെയ്തത്. ഇതിനൊക്കെ വിദഗ്ധ ന്യായീകരണം കൊടുക്കുന്ന സതീശനെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടതും. സതീശന് ശാഖാബന്ധമുണ്ടെന്നും സതീശൻ ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദിയിലെല്ലാം പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം സ്ഥിരം ശാഖയിൽ പോകുന്ന വ്യക്തിയായിരുന്നിട്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായപ്പോൾ വീട്ടിനകത്ത് ഗോൾവാൾക്കറെ വെച്ച് ആരാധിക്കുന്നു എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ടാണ് മറ്റത്തൂരൊക്കെ അദ്ദേഹത്തിന് വലിയ സംഭവമായി തോന്നാത്തത്. എന്നിട്ടും കോൺഗ്രസ് 8 പേർ ലയിച്ച് NDA 12 ആയിട്ടും ഇപ്പോൾ പറയുകയാണ് അവിടെ മറ്റത്തൂരിൽ ഭരണം കിട്ടിയ അവരെല്ലാം കോൺഗ്രസ്സുകാർ തന്നെ എന്ന് പറയുമ്പോൾ ഈ രാജിക്കത്ത് കൂടി പുറത്തു വന്ന വിവരം സതീശനെ ഓർമ്മിപ്പിക്കുകയാണ്. കാര്യം നാട്ടിൽ
നാട്ടുകാർ മുഴുവൻ കണ്ട കാര്യത്തിന് സതീശൻ വന്നൊരു ഉളുപ്പില്ലാതെ ഇങ്ങനെ അങ്ങ് തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അവസാനിച്ചെന്ന് വിചാരിക്കുന്നിടത്ത് ഈ നാട്ടിലെ വോട്ടവകാശമുള്ള ജനങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പുച്ഛിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, സംഘപരിവാറുമായി പരസ്യ ബന്ധമുണ്ടാക്കിയതിനു ശേഷവും അതിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ വരും കാലത്ത് സതീശന്റെ ഭാവി എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉള്ളിലുള്ള കാവി നിക്കർ അത് ഏതാനും മാസങ്ങൾക്കകം ആ മുണ്ട് നീക്കി ഫുൾ കാവിയായി പുറത്തേക്ക് വരാൻ പോകുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ കേട്ട ഈ വെടുപ്പ് ന്യായീകരണം.